ഹായ് എവ്രി വൺ. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാം ആയിട്ടുണ്ടല്ലേ. ഫൈനലി നാളെ നമ്മുടെ എക്സാം നടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓൾമോസ്റ്റ് കുറെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഫൈനലി നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിട്ടുപോയത് എന്നുള്ളത് നോക്കിയിട്ട് അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. സോ അതിനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. ഷോർട്ട് ഷോർട്സ് ആണ് അല്ലെ, ബിസിനസ് സ്റ്റഡീസിന്റെ ഷോർട്ട് ഷോർട്സ്. അതായത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിച്ചിട്ട് തന്നെ പോകണം, നിർബന്ധമാണ്. സോ ഏതൊക്കെയാണ് ആ ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഇത് നമുക്ക് ഏതൊരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, വിട്ടുപോകാതിരിക്കുക. സിമ്പിൾ ആണ്. പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട് അല്ലെ. സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിൽ വരുന്നതായിരുന്നു എന്തൊക്കെ, നമുക്ക് ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിന്റെ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 4 മാർക്കിന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതിന് പകരം ഡയഗ്രാം വരയ്ക്കാനായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാതെ ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. സോ എങ്ങനെയാണെങ്കിലും കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. സോ അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഡയമെൻഷൻസ് നമുക്കറിയാലോ. എക്കണോമിക് എൻവയോൺമെന്റ് ഉണ്ട്, നമുക്ക് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, ലീഗൽ എൻവയോൺമെന്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്. ഇതിലൊക്കെ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട്. അത് വളരെ വൃത്തിക്ക് പഠിച്ചു വെക്കുക. കാരണം അത് ഏതൊരു 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കും. അതല്ലെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് പോലെ പോയിന്റ്സ് തരും. അത് ഏത് എൻവയോൺമെന്റിൽ വരുന്നതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വരികയാണെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒന്നുകിൽ 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ നമ്മൾ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അതല്ലെങ്കിൽ അത് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു 4-5 പോയിന്റ്സ് എങ്കിലും അതിൽ നിന്ന് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് പിന്നെ വരുന്നതാണ് മക്കളെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ്. അതായത് പ്ലാനിങ് പ്രോസസ്സ്. അതെന്ത് ചെയ്തേക്കാം, ഒന്ന് ഏതൊക്കെയാണ് സ്റ്റെപ്പ് 1 by 1 ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചിലപ്പോൾ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലിമിറ്റേഷൻസ് നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാറില്ല, പക്ഷെ സ്റ്റെപ്സ് നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. 4 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ്, അതല്ലെങ്കിൽ സെലക്ഷന്റെ സ്റ്റെപ്സ്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് എസ്സേ ആയിട്ട്, അതായത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ സെലക്ഷന്റെ സ്റ്റെപ്പ്. അത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 8 സ്റ്റെപ്പ് ഉണ്ട് 2 കാര്യങ്ങൾക്കും, അതായത് സ്റ്റാഫിംഗിനും സെലക്ഷനും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എഗെയിൻ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. സോ എസ്സേ ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു 7 പോയിന്റ് അല്ലെങ്കിൽ 6 പോയിന്റെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിനൊക്കെ ഒരു 10-12 പോയിന്റ്സ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു 6-7 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചാൽ മാത്രമേ ഒരു എസ്സേ ആയിട്ട് നമുക്കത് ഇലോബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. കഴിഞ്ഞ വർഷത്തെ സേ എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. സാധാരണഗതിയിൽ അതൊരു 5 മാർക്കിന് ചോദിക്കാറുണ്ട്, പക്ഷെ കഴിഞ്ഞ വർഷത്തെ സെയിൽ അത് 8 മാർക്കിനാണ് ചോദിച്ചത്. സോ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി, അതിന്റെ പിരമിഡ് ഒക്കെ വരച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് 5 നീഡ് എന്നുള്ളതൊക്കെ വളരെ വൃത്തിക്ക് പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതും എന്താണ്, എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്? 12 ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു 7 പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു 14 പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു തവണ 14 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചിട്ടുണ്ട് എസ്സേക്ക്. 8 മാർക്കിനോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ 5 മാർക്കിന്. അതല്ലെങ്കിൽ അങ്ങനെ 14 പ്രിൻസിപ്പിൾ ചോദിക്കില്ല, ഏതെങ്കിലും എടുത്തിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണത്. ഒരു 5 പ്രിൻസിപ്പിളൊക്കെ തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ എങ്ങനെ ചോദിച്ചാലും ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 14 പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതൊക്കെയാണ്? 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട് നമുക്ക്.
നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടേഴ്സ് എഫക്ടിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഷോർട്ട് എസ്സേ ആണ്, 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്ടിങ് ഡിവിഡൻഡ് ഡിസിഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിഡ്രസൽ ഏജൻസീസ് അണ്ടർ CPA, ഇത് നമുക്കൊരു 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് റിഡ്രസൽ ഏജൻസീസ്? ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? 1 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഈ ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്കിന് പാസ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഇത്രയും പറഞ്ഞ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ നാളെ നല്ല രീതിക്ക് എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സോ അറ്റ്ലീസ്റ്റ് ഇത്രയും ടോപ്പിക്സ് എങ്കിലും പഠിച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെ എന്ത് ചെയ്യുക, നാളെ എക്സാമിന് പോവുക. നാളെ എക്സാമിന് എല്ലാവർക്കും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.